കരാർ ലംഘിച്ച് ഇസ്രയേൽ ഗാസയിൽ ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി നെതന്യാഹു. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഫെമിന ചേരുകയാണ്. ഫെമിന, വളരെ വലിയൊരു ഗുരുതരമായ കരാർ ലംഘനമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന ഒരു പ്രതീക്ഷയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ശക്തമായ ആക്രമണം നടത്താനാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ആക്രമണം ആരംഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് മുൻപിലേക്ക് വരുന്നത്. ഗാസയിൽ ആക്രമണം നടത്താനായിട്ട് നെതന്യാഹു പറഞ്ഞതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതനുസരിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ 10 അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെ കെയ്റോയിൽ സമാധാന ചർച്ച നടക്കുകയും തുടർന്ന് സമാധാന കരാർ നിലവിൽ വരികയുമാണ് ചെയ്തത്. ട്രംപ് മുന്നോട്ട് വെച്ച 21 സമാധാന നിർദ്ദേശങ്ങളുടെ ഫലമായിട്ടാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. എന്നാൽ ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിൽ ആക്രമണം നടത്താനായിട്ട് നെതന്യാഹു നിർദ്ദേശിച്ചതായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സമാധാന കരാർ ഹമാസ് ലംഘിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇസ്രായേൽ പ്രസിഡന്റായിട്ടുള്ള നെതന്യാഹു ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അവകാശവാദം എത്രമാത്രം അതിൽ വസ്തുതയുണ്ട് എന്നത് നമുക്കറിയില്ല. എങ്കിൽ പോലും ലോകത്ത് സമാധാനവും ശാന്തിയും പുലർന്നു എന്ന്, ഗാസയിൽ സമാധാനം പുലർന്നു എന്ന് ആശ്വസിച്ചിരിക്കുന്നതിനിടയ്ക്കാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിൽ ഒരു ഉത്തരവുമായിട്ട് വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫെമിന, ഈ പറഞ്ഞതുപോലെ തന്നെ ഗാസയിൽ ഈ ഒരു കരാർ പ്രാബല്യത്തിൽ വന്നപ്പോൾ നമ്മൾ എല്ലാവരും വളരെയധികം സമാധാനത്തോടെയാണ് ആ വാർത്ത കണ്ടത്. ഈ ലോക സമാധാനത്തിന്റെ വക്താവായി നിന്നുകൊണ്ടാണ് താൻ ഈ ഒരു കരാറിന് ചുക്കാൻ പിടിച്ചതെന്ന് ട്രംപ് അവകാശപ്പെടുകയുണ്ടായി. ഇപ്പോൾ ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുടെ എല്ലാം തീരുമാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ ഒരുമിച്ച് നടത്തിയ ഒരു കരാറിന്റെ ലംഘനം, അതാണ് നമുക്കിന്നിപ്പോൾ ഗാസയിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകളാണ് ഒരു സമാധാന ജീവിതം ഒരിക്കൽ കൂടി പ്രത്യാശിച്ച് ഈ ഗാസയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അന്ന് ആ തിരിച്ചുവരവിനെയൊക്കെ നമ്മൾ വളരെ കൂടിയായിരുന്നു കണ്ടത്. എന്നാൽ ഇപ്പോൾ അവർക്കെല്ലാം, ഈ തിരിച്ചു വന്നവർ ഉൾപ്പെടുന്ന ഗാസയുടെ ജനതയ്ക്കെതിരെയാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് നെതന്യാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനത്തോട് ട്രംപ് ഉൾപ്പെടുന്ന ലോക നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടോ? അവരുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ എന്തായിരുന്നു? അത്തരം പ്രതികരണങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ഒരു പ്രശ്നത്തിൽ ഇതുവരെ ട്രംപ് അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. നമുക്കറിയാൻ സാധിക്കുന്നത്, ഈ സമാധാന കരാർ ഹമാസ് ലംഘിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം നടത്താൻ സൈന്യത്തിന് നെതന്യാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് ബന്ദികളെ കൈമാറണം എന്നതാണ്. എന്നാൽ ഈ ബന്ദികളെ കൈമാറുന്നതിൽ ഹമാസ് പൂർണ്ണമായും നിർദ്ദേശം പാലിച്ചില്ല എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ നിർദ്ദേശ തത്വങ്ങളിൽ ഈ 120 തവണ ഇസ്രായേൽ ലംഘിച്ചു എന്ന് ഹമാസും അതുപോലെ തന്നെ ഫലസ്തീനിലെ ഭരണകൂടവും പറയുന്നുണ്ട്. 90ഓളം മനുഷ്യരെ വെടിനിർത്തൽ കരാറിന് ശേഷവും 90ഓളം ആളുകൾ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു എന്നതടക്കം ഒരുപാട് തവണ ഇസ്രായേൽ ഈ സമാധാന കരാർ ലംഘിച്ചു എന്നതടക്കം ഫലസ്തീൻ ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ പറയുന്നത്, ഈ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ സമയത്ത് ബന്ദികളാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറിയില്ല എന്ന് പറഞ്ഞ് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ കരാർ റദ്ദാക്കാൻ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിക്കുന്നത്. ശരി, കരാർ ലംഘിച്ചിരിക്കുകയാണ്. എന്തായാലും ഇസ്രയേൽ ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഗാസയുടെ സമാധാനം വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് പോകുന്ന വാർത്തകളാണ് നമ്മളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഫെമിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.